എൻ്റെ പേര് സിദ്ധാർത്ഥ് വിജയ്. കേരള സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിൻ്റെ 4th ബറ്റാലിയനിൽ CII 2008 മുതൽ ജോലി ചെയ്ത് വരുന്നു. റിട്ടയർ ആവാൻ 1 വർഷം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അങ്ങനെയാണ് പോലീസ് തരാൻ യാതൊരു താല്പര്യമില്ലാത്ത ഹാഫ് മലയാളിയും ഹാഫ് തമിഴുമായി എനിക്ക് കേരള ഗവൺമെൻറ് അച്ഛൻ്റെ ജോലി തരുന്നത്. എഞ്ചിനീയർ ആക്കണം എന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. ഡോക്ടർ ആക്കണമെന്ന് അമ്മയ്ക്കും. എന്നാൽ പഠിത്തം കഴിഞ്ഞാൽ അച്ഛൻ്റെ ചിലവിൽ കുറച്ചു കാലം വെറുതെ ഇരിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അച്ഛൻ മരിച്ചതോടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും മാറി. പിന്നെ കുടുംബം പുലർത്താനുള്ള ബദ്ധപ്പാടായി. 2006 സർവീസിൽ ജോയിൻ ചെയ്ത ഞാൻ 2007 LKG മുതൽ എൻ്റെ അടുത്തും അപ്പുറത്തും ഇപ്പുറത്തുമായി ഉണ്ടായിരുന്ന മറിയ ജോണിനെ വിവാഹം കഴിച്ചു. ഒരുപാട് വർഷത്തെ പ്രാർത്ഥനകൾക്കും നേർച്ചകൾക്കും ഒടുവിൽ 2012 ഡിസംബറിൽ അവൾ പ്രഗ്നൻ്റായി. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ജീവിതത്തിലെ എല്ലാ നല്ല മുഹൂർത്തങ്ങളും നമ്മുടെ കൺമുന്നിലൂടെ ഫ്ലാഷ് ചെയ്തു പോകും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണോ എൻ്റെ ഈ ബ്രീഫ് ഹിസ്റ്ററിയോടെ പറഞ്ഞത് എന്നെനിക്കറിയില്ല. പക്ഷേ ജീവിതത്തിൽ ഒരാൾക്കും അച്ഛനായി അന്ന് സംഭവിച്ചു കൂടാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് വൈകുന്നേരം മുതൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പേടിക്കണ്ട, 9 മണി പറഞ്ഞു. ഒരു 6 മണിയാകുമ്പോഴേക്കും ഞാനിവിടെ എത്തും. രാവിലെ എത്താന്ന് പറഞ്ഞ ആളാ. ഇവിടെ ആണെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മ വീട്ടില് ഡ്രസ് എടുക്കാൻ പോയിരിക്കുക. എന്താ മറിയത്? ഈ ട്രെയിനിൽ ഇട്ടത് എന്റെ കുറ്റകൊണ്ടാണോ? ഇപ്പൊ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്താൽ ലീവ് എടുത്ത് വന്നിരിക്കുക. ഞാൻ മാറിയുന്ന അവിടെ ഒന്നും നടക്കില്ല. എനിക്കറിയാം, പക്ഷെ ഈ ഒരു സമയത്ത് അത് ഞാൻ ഒറ്റയ്ക്ക്. ഏതായാലും നീ ധൈര്യമായിട്ടിരിക്കുക. ഞാനും അമ്മ ഇപ്പൊ എത്തുമല്ലോ. ശരി, എന്നാ വേഗം വരാൻ നോക്ക്. എനിക്കാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട്. ഡോക്ടർ ഇതുവരെ വന്നിട്ടില്ല. വീട്ടിൽ പോയിട്ടാണോ വരുന്നത്? അതെ. ആ ശരി, കാണാം. ശരി. ഇതൊന്ന് പിടിച്ചേ. സാർ, ഞാനിവിടെ ഇറങ്ങുക. എൻ്റെ സ്റ്റോപ്പായി. ശരി, എന്തായാലും പരിചയപ്പെട്ട സന്തോഷം. വല്ലപ്പോഴും ഇതുപോലെ കാണാം. ഏതായാലും കൺഗ്രാറ്റ്സ്. ഓ താങ്ക് യു സോ മച്ച്. സാറ് 2 ദിവസം കഴിഞ്ഞല്ലേ മടങ്ങുന്നത്? ആ മിക്കവാറും അതെ. ലീവ് കൺഫേം ആയിട്ടില്ല, ആവെന്ന് വരുന്നു. ആ ഏതായാലും ശരി സാർ, അപ്പോൾ കാണാം. ശരി എന്നാ ബൈ. അല്ല, എൻ്റെ നമ്പർ ഉണ്ടല്ലോ അല്ലേ? അല്ല, ഇവിടെയാണ് ഇറങ്ങുന്നത്? അല്ലല്ല, ഒരു ഹെൽപ്പ്. ഞാൻ ഈ ബാഗ് എടുക്കാൻ വാതിൽ വരെ. ഓ കാര്യം എനിക്കൊരു ബാഗ് ഇറക്കാനുണ്ട്, ഞാൻ വിളിക്കാം. ഡോക്ടർ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. മരിയയുടെ കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പ് തരാൻ പറ്റും. പക്ഷെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ കഴിയില്ല. ഡോക്ടർക്ക് അറിയാലോ, ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ്, അതും വിവാഹം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ട്. അതാണ് ഡെലിവറി ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കിയത്. ഹെറിഡിറ്ററി ആയി വന്നിട്ടുള്ള ചില അസുഖങ്ങൾ. നമുക്ക് നോക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ 2 പേർക്കും ഒരു കുഴപ്പവും വരില്ല. എന്തായാലും സീനിയർ ഡോക്ടറുടെ അഭിപ്രായം കൂടി കേട്ടിട്ട് നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. എന്നാലും മറിയയുടെ കാര്യത്തിൽ ഡോക്ടർക്ക് ഒരു ഷുവർട്ടി എന്നോടെ. അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഷീ വിൽ ബി ഓൾ റൈറ്റ്. ബട്ട് കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു 40% ഉറപ്പേ എനിക്ക് പറയാൻ പറ്റൂ. ഓക്കെ ഡോക്ടർ. എനിവേ, നിങ്ങൾ ധൈര്യമായിരിക്കൂ സിദ്ധാർത്ഥ്. നമുക്ക് നോക്കാം. ഷുവർ ഡോക്ടർ. എനിക്ക് അത്യാവശ്യമായി ഒരു കേസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. പിന്നെ കാണാം. ഓക്കെ? ശരി. പ്രകാശ്, ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യൂ. യെസ് പ്രകാശ്, എന്തെങ്കിലും അപ്ഡേറ്റ്സ്? അതെ സാർ, അയാളെ ഏകദേശം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഐഡന്റിറ്റി കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോ സാറ് വരാതെ ഒരടി മുന്നോട്ടിറങ്ങാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഞാൻ വരാൻ എങ്ങനെയുള്ള 2 ദിവസം കഴിയും പ്രകാശ്. കുട്ടിയുടെ കാര്യം
കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഡെലിവറി കഴിയാതെ എനിക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാർ. ഉം. ഈ മിസ്സായ ഡയമണ്ട്സിനെ കുറിച്ച് എന്തെങ്കിലും? നത്തിങ് സാർ. നിങ്ങൾ ഇയാളെ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? സാർ ഗസ് ചെയ്ത സ്ഥലം തന്നെ, മരുതയമ്മൻ മല. ഈ പുഴ നീന്തി കിടന്നാൽ അവിടെ കുറച്ച് കണ്ടൽ കാടുകളാണ്. ആ ഭാഗം കഴിഞ്ഞാണ് ട്രൈബ്സ് ഉള്ളത്. ഉം. ഇയാൾ ആ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാകാനാണ് സാധ്യത. നമ്മൾ മൊബൈൽ ടവർ മോണിറ്റർ ചെയ്ത പ്രകാരം കഴിഞ്ഞ 96 മണിക്കൂറിനകത്ത് ഇവിടുന്ന് ഏകദേശം 96,000 കോൾസ് ആണ് പോയിട്ടുള്ളത്. ഉം. അതിൽ 3,000 എണ്ണം കേരളത്തിലേക്ക്. ഈ 3,000-ൽ 669 കോൾ തിരുവനന്തപുരത്തേക്ക്. ആ 669-ൽ 20 എണ്ണം പോയിട്ടുള്ളത് നമ്മൾ സംശയിച്ച സീരിയൽ നടിയുടെ പേഴ്സണൽ നമ്പറിലേക്കാണ് സാർ. അതിൽ തന്നെ 2 കോൾസിന്റെ ഡ്യൂറേഷൻ ഏകദേശം 30 മിനിറ്റിൽ കൂടുതലാണ് സാർ. പിന്നെ സാറിനറിയാമല്ലോ, ഈ സീരിയൽ നടി ഒരു ടോപ്പ് ഗണ്ണാണ്. അവരെ അറസ്റ്റ് ചെയ്യുന്നത് ഗവൺമെന്റിനെ മൊത്തം അറസ്റ്റ് ചെയ്യുമ്പോലിരിക്കും. അയാൾ ഇത്രയും ക്ലോസ് റേഞ്ചിൽ കിട്ടിയിട്ട് ഞങ്ങൾക്ക് മല കയറാൻ പറ്റിയില്ലേ? മല കയറുന്നതിന്റെ പ്രശ്നമല്ല സാർ, പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷൻ ഉണ്ടെങ്കിലേ പറ്റൂ. പെർമിഷൻ കിട്ടണമെങ്കിൽ സാറ് വരണം. ഏതായാലും പ്രകാശിന് വിജിലന്റ് ആയിരിക്കും സാർ. I'll be there in 2 days. Okay? ഓക്കെ സാർ. മറിയ, டாக்டர் என்ன சொன்னேன்? ഭയപ്പെടുന്നതൊക്കെ ഒന്നുമില്ല. ம். വേദനയുണ്ടോ മോളെ? ഇല്ലമ്മേ. ഹലോ, ഹലോ, ഞാൻ നദീർ. ആര്? നദീർ, ഇന്ന് ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട സാറിന്റെ പെട്ടിയൊക്കെ എടുക്കാൻ ഹെൽപ്പ് ആ ചെയ്തില്ലേ? യെസ് പറയൂ. പറയൂ നദീർ. സർ, എനിക്ക് അർജന്റായി സാറിന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. എന്ത് ഹെൽപ്പാണ് നദീർ ഞാൻ ചെയ്യണ്ടേ? സാർ, എന്റെ കൂടെ ട്രെയിനിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ടില്ലേ? യെസ്, വിനയ്. അതെ സാർ, അവന്റെ കയ്യിൽ നിന്ന് ഒരു കുട്ടി മിസ്സായി പോയി. മനസ്സിലായില്ല. സാർ, അവന്റെ വീട്ടിലെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. ആ അപ്പൊ അവനെന്തോ വൈകുന്നേരം അവരോട്ട് ഫിലിമിന് പോയതാ. തിയേറ്ററിൽ വെച്ച് അതിലൊരു കുട്ടി മിസ്സായി പോയി. വാട്ട് ഡു യു മീൻ? കിഡ്നാപ്ഡ്? യെസ് സർ. നിങ്ങൾ ലോക്കൽ സ്റ്റേഷനിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തോ? കാണാൻ വഴിയില്ല സർ. ഇപ്പോഴാ സംഭവം നടന്നത്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. നിങ്ങൾ ഏത് തിയേറ്ററിലായിരുന്നു? അതെനിക്ക് അറിയില്ല സർ. ഞാൻ ഏതായാലും അവനോട് സാറിനെ വിളിക്കാൻ പറയാം. ഓക്കെ, അതായിരിക്കും നല്ലത്. എനിക്ക് ഒന്ന് പുറത്തു പോകണം. ഇപ്പോഴോ? 2 ദിവസം ഓഫാന്ന് പറഞ്ഞിട്ട്. அதேடா, நீ இந்த ஆளை பற்றிக்கானோ? உனக்கு மட்டும்தானா இதுக்கெல்லாம் போக முடியும்? வேற யாரும் இல்லையா? അമ്മ, ഇത് ഓഫീസ് കാര്യമല്ല. ഒരു കുട്ടി മിസ്സിംഗ് ആണ്. ഏത് കുട്ടി? അത് ഒരു കുട്ടി, എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ടിന്റെ കുട്ടിയാ. സിദ്ധു തന്നെ പോണോ? മറിയ, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഓഫീസ് കാര്യമല്ല. ഞാൻ ഇപ്പൊ പോയാ ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ ഒരു പക്ഷേ എനിക്കൊരു ചാൻസ് ഉണ്ട്. മാത്രമല്ല, നമുക്ക് ഒരു കുഞ്ഞുണ്ടാൻ പോവില്ലേ? അപ്പൊ പിന്നെ പോകുന്നില്ല. ശരി சித்தார்த், உனக்கு சீக்கிரம் வர முடியுமா? പാക്കലാമ്മ. വേഗം പോയിട്ട് വരണേ. ഏതായാലും ഇപ്പൊ അമ്മയുണ്ടല്ലോ. ഞാൻ പോയിട്ട് വേഗം വരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മേനെ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. ശരിമാ. ഹലോ സർ, ഞാൻ വിനയ്. ആ വിനയ്, പറയൂ. ഞാൻ നിങ്ങളെ കോൾ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഏത് തിയേറ്ററിലായിരുന്നു? ഇവിടെ നമ്മുടെ സിറ്റി ബേക്കറിയുടെ അടുത്തുള്ള സെൻട്രൽ തിയേറ്ററിലാ. ഓക്കെ, നിങ്ങൾ ആരെയും കണ്ടോ? ഐ മീൻ, ഈ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തത്? ഇല്ല സർ, ഞാൻ അവനെയും കൂട്ടി ടോയ്ലറ്റിലേക്ക് പോയപ്പോഴാണ് മിസ്സായത്. Okay. ഞങ്ങൾ ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ ആരും ഇറങ്ങിയിട്ടുണ്ട്. ഏതൊരു വണ്ടി തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് സാർ. യു മീൻ ഈ കുട്ടി മിസ്സായതിനു ശേഷം? അതെ സാർ. ഓക്കെ, നിങ്ങളുടെ ഈ കുട്ടിയുടെ ഫോട്ടോഗ്രാഫ് അങ്ങനെയുണ്ടോ? ഫോട്ടോ മൊബൈലിൽ കാണും സാർ. ഞാൻ വാട്സപ്പ് ചെയ്താൽ മതിയോ? ഓക്കെ ഓക്കെ ഓക്കെ, വാട്സപ്പ് ചെയ്യൂ. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റിനകം സെൻട്രൽ തിയേറ്ററിലെത്താം. നിങ്ങളുടെ കാണല്ലോ അല്ലേ? ശരി സാർ. ഓക്കെ ഓക്കെ, ബൈ.
നീ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കേ, ആരും പുറത്തിറങ്ങരുതേ. സാർ ആ അവിടെയാണ് സാർ. ഓക്കെ വാ. സാർ, ഒരു വണ്ണമുള്ള ഒരാളായിരുന്നു സാർ. ഇവിടെയാണെങ്കിൽ ആരും ഇല്ലായിരുന്നു. അവന്റെ കണ്ണടയായത്. ഇത് അവിടെ നിന്നാ കിട്ടിയ സാർ. സാർ സാർ അവിടെയാ ബാത്റൂം. ഇതിലായിരുന്നു. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അവിടെ ചോദിച്ചോ? ചോദിച്ചായിരുന്നു, പക്ഷെ അവര് കണ്ടില്ലാന്ന്. ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ച് CI സിദ്ധാർത്ഥ്. സാർ ഈ ബുള്ളറ്റ് ഏത് ഭാഗത്തേക്കാണ് പോയത്? അങ്ങോട്ടാണ് സാർ. ഇവിടെ സെക്യൂരിറ്റി ക്യാമറ, CCTV അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ ഉണ്ട് സാർ. അതിന്റെ റൂം എവിടെയാണ്? ഇതോ അവിടെയാ. ആ സാർ CCTV 2 ദിവസം കൊണ്ട് മെയിൻ്റെനൻസില്ല, നാളെ ശരിയാക്കും. ഹലോ, എന്നമ്മാ? டாக்டர் வந்துட்டு போனேன் இப்போ. ஓகே, அப்புறம் அப்புறம் மரியாவை லேபர் ரூமிലേക്ക് கொண்டுപോயிருக்கு. ஏன்? சிசேரியன் பண்ணணும்னு சொல்லியிருக்கு. ஏன் டாக்டர் முன்னாடி சொல்லலாமா? சீனியர் டாக்டர் இப்பதான் வந்தது. அவர் தான் சொன்னேன் சிசேரியன் பண்ணணும்னு. அது பண்ணா சான்ஸ் அதிகமா இருக்கு என்று. சரிம்மா. டேய், நீ போன வேலையை முடிச்சு சீக்கிரம் வர பாரு. ஓகேம்மா. തടിച്ചിട്ടായിരുന്നോ? വെള്ളിച്ചന്റെ അത്രയും തടിയുണ്ടായിരുന്നു. ഇത്രയും വരും. താടി ഉണ്ടായിരുന്നോ? ഇല്ല. വേറെ എന്തെങ്കിലും മോൻ ഓർമ്മയുണ്ടോ? മാമേ, എന്താ? അയാളുടെ കാതിലൊരു കമ്മലുണ്ടായിരുന്നു. കമ്മലോ? സ്റ്റഡ്. നീ എന്താ അപ്പോ നേരത്തെ പറയാഞ്ഞേ? ഞാൻ ഇപ്പോഴാ അത് ഓർത്തെ. ഉറപ്പാണോ? അതെ. നിങ്ങളുടെ നിൽക്ക്, ഞാനൊന്ന് പോയിട്ട് വരാം. ഓക്കെ സാർ. ഏത് നശിച്ച നേരത്താണാവോ എനിക്ക് ബുദ്ധി തോന്നിയത്. എല്ലാം നല്ലപോലെ നടക്കുകയായിരുന്നു. പണ്ടാരടങ്ങാൻ.
ഡോക്ടർ വന്നിട്ട് പോയല്ലോ. ശരി, ഒന്നും പേടിക്കണ്ട. ഞങ്ങൾ 5 മണിക്ക് എത്തും. ഇത് അമ്മയോട് പറഞ്ഞാൽ മതി. ഓക്കെ? അതെ, 5 മണി ആകുമ്പോഴേക്ക് എത്തും. ഞാൻ പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ. ശരി, ഞാൻ എത്താൻ പൊളിക്കാം. സാറിൻ്റെ ആണോ ഈ ബാഗ്? അല്ല, ഈ ബാഗ്. അയ്യോ, സോറി. ആക്ച്വലി ട്രെയിനിൽ നിന്ന് തിരക്ക് കുറവാണ്. ഞാൻ കയറിയപ്പോൾ ഇവിടെ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ബാഗ് സീറ്റിൽ വെച്ച്. സോറി കേട്ടോ. ഏയ് സാരല്ല. ട്രിവാൻഡ്രത്തേക്കാണോ? ഞാൻ സെൻട്രൽ ഇറങ്ങും, ഇവൻ പേട്ടയിൽ ഇറങ്ങും. ഓ, ഓക്കെ. സാറും ട്രിവാൻഡ്രത്തേക്കാണോ? അതെ അതെ, ഞാനും അങ്ങോട്ട്. എക്സ്ക്യൂസ് മീ. നല്ല സെറ്റപ്പൊക്കെ ആയിരിക്കും. ടിക്കറ്റ്. PNR. ഇതിലെ പാസഞ്ചർ? പുള്ളി ദോ അവിടെ. ശരി, ഓക്കെ. അല്ല, വേണ്ടായിരുന്നു. ഏയ് പേടിക്കണ്ട, ഇതിൽ മയക്കുന്ന സാധനമൊന്നുമില്ല. ഇന്നെൻ്റെ വൈഫിന് ഡെലിവറിയാണ്, അതിന് സന്തോഷം. ഓ, വാങ്ങിച്ചോളൂ. സാർ ചെന്നൈയിലാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, ഞാൻ കേരള പോലീസിലാണ്. ഇപ്പോൾ ഒരു കേസിൻ്റെ ആവശ്യമായിട്ട് ചെന്നൈയിലാണ്. ഓ, പോലീസിലാണല്ലേ? അപ്പം ധൈര്യമായിട്ട് കഴിക്കും. നിങ്ങളൊന്ന് പഠിക്കുവാണോ? ഞങ്ങൾ ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസാണ്. ഓ, അപ്പോൾ ഇപ്പോൾ സെമസ്റ്റർ വെക്കേഷൻ ആണോ? അതെ സാർ. സമയത്ത് അവിടെ എത്തിയാൽ മതിയായിരുന്നു. ഓക്കേടാ, ശരിടാ, കാണാം. ഓക്കെ, നീ എത്തിയിട്ട് വിളിക്കുക കേട്ടോ. ബൈ. ഓക്കെ, ബൈ. ഓക്കേടാ, ഞാൻ വിളിക്കാം. ബൈഡാ. ചേട്ടാ. എന്നപ്പോ അച്ഛാ, ഞാൻ എന്താ വണ്ടി കയറിയതേ ഉള്ളൂ. ഒരു അരമണിക്കൂറിനുള്ളിൽ വീട്ടിൽ എത്തും. അവരെപ്പോഴാ പോകുന്നത്? 5 മണിക്ക് ഇറങ്ങാതിരുന്നതാ. ഇനിയിപ്പോ ലേറ്റ് ആവുമെന്ന് തോന്നുന്നേ. ആരൊക്കെയാ പോകുന്നേ? എല്ലാവരും. അച്ഛൻ, അമ്മ, ചെറിയച്ഛൻ, ചെറിയമ്മ, വലിയച്ഛൻ, വലിയമ്മ, പിന്നെ പിള്ളേരും. അപ്പൊ ചേച്ചിയോ? ചേച്ചിയുണ്ട്. ചേച്ചിയല്ലേ കല്യാണ പെണ്ണ്. എത്തിയോ? വന്നോ? യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? കുഴപ്പമില്ലായിരുന്നു അമ്മേ. നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ. ഓ, ഹോസ്റ്റലിലെ ഭക്ഷണമല്ലേ. മോനെ,
വണ്ടി റൈറ്റ് ടൈം ആയിരുന്നല്ലോ അല്ലേ? ആ ആയിരുന്നു. നീ വേഗം കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. 5 മണിക്ക് ഇറങ്ങേണ്ടതാ. ഇപ്പോഴേ വൈകി. ഞാൻ അതിന് വരുന്നില്ലല്ലോ. ഇല്ല, പക്ഷെ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുമ്പോ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോണ്ടേ, അതാ. ചെല്ലു മോനെ, ചെന്ന് റെഡിയായിട്ട് വാ. അല്ല ചേച്ചി എവിടെ? അവള് മേളിലുണ്ട്. റെഡിയാകാൻ വേണ്ടി ഉച്ചയ്ക്ക് കയറിയതാ. പറഞ്ഞതെല്ലാം കൊണ്ടുവന്നല്ലോ. എല്ലാം ഉണ്ട്. ചേച്ചി എവിടെ? അകത്തുണ്ട്. ഇന്ന് രാത്രി സ്കൈപ്പിൽ വരാൻ പറ്റില്ല. ഈ ചൂട്ടിന്റെ ഒരു കാര്യം. അതെ, കുട്ടികളെ എല്ലാം ഇവിടെ നിർത്തിയിട്ട് പോകുന്നതല്ലേ നല്ലത്? ഇവിടെ നിർത്തിയിട്ട് അവരെ നോക്കാൻ ആരാ? വടക്കേലെ ലക്ഷ്മിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിനയ വരുന്നില്ലല്ലോ. മാത്രമല്ല തുണിക്കടയിൽ അവരെ വെച്ച് സാരിയും പറ്റും നോക്കിയെടുക്കാന്ന് വെച്ചാൽ മഹാബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ രാത്രിയിൽ പിള്ളേരുമായിട്ടുള്ളൊരു യാത്ര. അപ്പൊ അവർക്ക് ഭക്ഷണോ? ചേട്ടാ, ഉച്ചക്കത്തെ ചോറും കറിയും അടുക്കളയിൽ ഇരിപ്പുണ്ട്. അത് ഞാൻ ചൂടാക്കി ടേബിളിൽ വെക്കാൻ പറയാം. അല്ല, രാത്രിയിലേക്ക് അവർക്കത് മതിയാവുമല്ലോ. ലക്ഷ്മി എപ്പോ വരും? ആളെ വിട്ടിട്ടുണ്ട്, ഇപ്പൊ വരും. പിന്നെ അങ്ങനെ ചെയ്യാം. ഞങ്ങളൊരു 4 മണിക്കൂർ കൊണ്ട് നാഗർകോവിൽ വരുവേ. ആമാ, 9 മണിക്ക് ഞങ്ങൾ നാഗർകോവിൽ വന്ന് ചേരും. നീങ്ക ഹോട്ടൽ മുന്നാടി ഉണ്ടാവണം. കാലയിൽ 8 മണിക്ക് ടെക്സ്റ്റൈലിൽ പോകലാം. 12 മണിക്ക് മുടിച്ച് തിരിച്ചു വരണം. ഓക്കെ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങല്ലേ? ഇറങ്ങാം. വിജയ, അവരെല്ലാം റെഡിയായി നോക്കി. ഞാൻ നോക്കിയിട്ട് വരാം. ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. ശരിയാ. എല്ലാരും ഒന്ന് വേഗം ആവട്ടെ. വാ മക്കളെ. സമയം എപ്പൊ തന്നെ എത്രയെന്ന് അറിയോ? കുഴപ്പമില്ല. എനിക്ക് അവിടെ എത്തിയിട്ട് വേണം മരുന്നൊക്കെ കഴിക്കാൻ. അമ്മ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. മാമനെയും മുത്തശ്ശിയും ബുദ്ധിമുട്ടിക്കരുതേ. വികൃതി കാട്ടാതിരുന്നാൽ അമ്മ വരുമ്പോ പറഞ്ഞതൊക്കെ കൊണ്ടുവരാം. പോട്ടെ. പോട്ടെടാ. പോയിട്ട് വരാം. ശരി. അവരൊക്കെ കേറിയില്ലേ? കേറി. ഒന്ന് വേഗം ആട്ടെ. പിന്നെ നീ ഉള്ളതുകൊണ്ടാ പിള്ളേരെല്ലാം ഇവിടെ ആക്കിയിട്ട് പോന്നേ. അവരായിട്ട് പോയാൽ അവിടെ എത്തുമ്പോൾ ആകെ മെനക്കേടാ. അതുകൊണ്ട് നീ കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിച്ചേക്കണേ. ശരി അച്ഛാ. ലക്ഷ്മിച്ചി, ഒന്ന് നോക്കിക്കൊള്ളണേ. ഓ, സാറ് പേടിക്കണ്ട, ഒക്കെ ഞാൻ നോക്കിക്കോളാം. അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. പിള്ളേരെ നല്ലോണം ശ്രദ്ധിച്ചോണം. ശരി അമ്മേ. ലക്ഷ്മി ചേച്ചി, രാത്രി കഴിക്കാനുള്ളത് അടുക്കളയിൽ ഇരിപ്പുണ്ട്. ഒന്ന് നോക്കണേ. ഓ, എടാ, നിനക്ക് ഏത് കളർ ഷർട്ടാ വേണ്ടേ? എനിക്ക് കാശ് തന്നാ മതി, ഞാൻ ചെന്നൈയിൽ നിന്ന് എടുത്തോളാം. ഓക്കെ. പോവല്ലേ? അതെ, പോവാം. ബൈ. വണ്ടി എടുത്തോളൂ. പോവാ. ശരി സാർ. ശരി, പോട്ടെടാ മക്കളെ. ശരി. ഭയങ്കര വിശപ്പ്. ഞാൻ അടുക്കളയിൽ ഉണ്ടാവും. മോൻ ഭക്ഷണം എടുത്ത് കഴിച്ചോ? ഓക്കെ. വരീണ്ടാ. ബാ. ഇന്നിനി എന്താണാവോ കഴിക്കാൻ? ഇന്നത്തെ ഭക്ഷണം ആരാ ഉണ്ടാക്കിയേ?
അമ്മായിയാണെന്ന് തോന്നുന്നു. ഇതാണോ ഇത്ര വലിയ ഭക്ഷണം? ഒരു ടേസ്റ്റും ഇല്ല. നല്ല വിശപ്പും. ഡാ, നമുക്ക് ഭക്ഷണം പുറത്തുനിന്നാക്കിയാലോ? യെസ് മാമേ, നമുക്കിന്ന് പുറത്തുനിന്നാക്കാം ഭക്ഷണം. മാമേ, എനിക്ക് ഫ്രൈഡ് റൈസ് മതി. മാമേ, എനിക്കും ഫ്രൈഡ് റൈസ് പ്ലീസ്. പുറത്തു പോയി കഴിച്ചിട്ട് കുറെ നാളായി. ബിരിയാണി ഫ്രൈഡ് റൈസ് ഒന്നും വേണ്ട, നമുക്ക് ദോശയോ മറ്റോ കഴിക്കാം. പറ്റില്ല, എനിക്ക് ബിരിയാണി തന്നെ വേണം. പ്ലീസ് പ്ലീസ് മാമ, പ്ലീസ് പ്ലീസ് മാമേ, പ്ലീസ്. എന്റെ ബെൻഡൻ ടോയ് മാമന് ഞാൻ കളിക്കാൻ തരാം. പ്ലീസ്. അന്ന് നമ്മുടെ പോയില്ലേ ഒരു കട, ആ കടയിൽ പോവാം. പ്ലീസ് മാമേ, പ്ലീസ് മാമേ, പ്ലീസ്. ആ മതി 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 മതി. നിങ്ങളെല്ലാം വേഗം പോയി ഡ്രസ് ചെയ്യ്. ഞാൻ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. പതുക്കെ. ഹലോ, എന്താടാ? ആ അച്ഛാ, അതെ, ഞാൻ ഈ പിള്ളേരായിട്ടൊന്ന് പുറത്തു പോയിക്കോട്ടെ. പുറത്തോ? ഈ സമയത്തോ? അത് നീ ഒറ്റക്ക്? അതൊന്നും വേണ്ട. ഏയ്, ഇവിടെ അടുത്ത് തന്നെ. എന്തിന്? ഫുഡ് കഴിക്കാൻ. ഭക്ഷണം കഴിക്കാനോ? ആ, ഭക്ഷണം അവിടെ ഉണ്ടല്ലോ. ഓ, ഇവിടെ ഇരിക്കുന്ന ഭക്ഷണം വായി വെക്കാൻ കൊള്ളില്ല. പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ്. എനിക്കും. പുറത്ത് നീ ഒറ്റക്ക് അവരെ നോക്കുവോ? അത് ഞാൻ നോക്കിക്കോളാം അച്ഛാ. ശരി, ഭക്ഷണം കഴിച്ച് നേരെ വീട്ടിലേക്ക് വന്നോണം. ആ, പിള്ളേരായിട്ട് കറങ്ങി നടക്കരുതേ. ഏയ്, പിന്നെ ലക്ഷ്മി അച്ചിയോട് വീട് നന്നായി നോക്കാൻ പറയണേ. ശരി അച്ഛാ, പറഞ്ഞേക്കാം. ശ്രുതി, അമൃതേ, ഞാൻ വേഗം ഇറങ്ങ്. അമൃതേ, ശ്രുതി, എല്ലാരും വേഗം വാ. ഒന്ന് വേഗം വാ. ഈ പിള്ളേരെ കാര്യം ആരും മുന്നേ ഇരിക്കണ്ട. രണ്ടുപേരും ബാക്കി കയറ്. വാ, ദേ ആൻസറിനൊക്കെ ആയിട്ട് കാണിട്ടുണ്ടല്ലോ. ആ, വാ. കേറ്. ആ, ലക്ഷ്മിച്ചി, വീടൊന്ന് നോക്കിക്കോണേ. ഓ, മോൻ വരുമ്പോ ഓണടിച്ചാ മതി, ഞാൻ അടുക്കളയിലുണ്ടാവും. ആ, ശരി. ആ, വണ്ടി 100-ൽ ഓട്ടിക്കാമോ? എടാ, അതിന് പറ്റിയ റോഡല്ലേ ഇത്. തിരക്ക് കണ്ടില്ലേ? അതിനത്ര തിരക്കൊന്നുമില്ലല്ലോ. എന്തോ? ഇല്ലല്ലോ. അല്ലേലും മാമ വണ്ടി ഓട്ടിക്കുമ്പോ സ്ലോയാ. ആഹാ, അതെ, സൗകര്യം ഉണ്ടെങ്കിൽ നീ ഇതിലിരുന്നാ മതി. എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. അവന്റെ ഒരു സ്പീഡ്. ബെണ്ടൻ ചിലപ്പോഴൊക്കെ ബോളായി മാറും. എനിക്കറിയാം, അപ്പോഴൊക്കെ ഫയറൊക്കെ വരാറില്ലേ? ബോളാകുമ്പോ ഫയർ വരുവോ? വരാറുണ്ട്, പക്ഷെ എനിക്കിഷ്ടം ടോം ആൻഡ് ജെറി. എനിക്ക് ടോം ആൻഡ് ജെറിയും കാട്ടി ഇഷ്ടം ബെണ്ടനാ. അല്ലല്ല, ടോം ആൻഡ് ജെറി നല്ലത്. അല്ലേ ചേട്ടാ? പക്ഷെ എനിക്ക് ഓഗി എന്താ കോക്രോച്ചസ് ഇഷ്ടം. പറ ചേച്ചി, ചേച്ചിക്ക് ഏതാ ഇഷ്ടം? എനിക്ക് ടോം ആൻഡ് ജെറി ഇഷ്ടം. ഒന്ന് നിർത്തടേ, കുറെ നേരമായി. ഫോൺ മിണ്ടണ്ടേ? ആ അമ്മേ. പിള്ളേരെയൊക്കെ നല്ലോണം നോക്കണേ. ആ, തണുത്തൊന്നും വാങ്ങി കഴിക്കരുത്. ഇല്ല ഇല്ല. തിരിച്ച് വീടെത്തിട്ട് വിളിക്കണേ. ശരി, വിളിക്കാം. ആ, ശരി മോനെ. ആ ബെണ്ടനെ. ആ, ഇത് തന്നെ എത്തിപ്പോയി. ഉദയസൂര്യ ഫാമിലി റെസ്റ്റോറന്റ്. എനിക്ക്
അതെ, ആരും അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത് കേട്ടോ. ശരി മാമേ. ആദ്യം ഞാൻ ഇറങ്ങിക്കോ, ഇനി ബാക്കി എല്ലാവരും ഇറങ്ങിക്കോ. ഇറങ്ങിറങ്ങ് വേഗം പതുക്കെ നടക്ക്. വാ ശ്രീകുട്ടാ, ഇങ്ങ് വാ. ആ. തുറക്ക് മാമേ. ആ പതുക്കെ. മാമേ നമുക്ക് ഒരു ഐസ്ക്രീം കൂടെ കഴിക്കായിരുന്നു. സാറ് 2 എണ്ണം തട്ടിയില്ലേ, അതുപോലെ. ഫ്രൈഡ് റൈസിന് ഇത്രയും വെയിറ്റ് ഇടൂ. കേറി കേറി. മാമേ അവനെന്റെ ഐസ്ക്രീം കുറച്ചെടുത്തു. ഇല്ല ഇല്ല മാമേ, കള്ളം പറയുക. ഇല്ല, സത്യോ പറഞ്ഞേ, സത്യോ. കള്ളം പറയുന്ന. ഇല്ല മാമേ, ഇല്ല ഇല്ല. ഒന്ന് ചുമ്മാ ഇരിക്കോ. അല്ല പിന്നെ പോട്ടെ. റൈറ്റ്. മാമേ, നമുക്ക് ടിൻടിൻ കണ്ടാലോ? അതെ മാമേ, നമുക്ക് ടിൻടിൻ കണ്ടാലോ? പ്ലീസ് കാണാം മാമേ. പ്ലീസ് മാമേ, പ്ലീസ് കാണാം മാമേ, കാണാം. ഭക്ഷണം കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോണമെന്ന് അച്ഛൻ പറഞ്ഞേ. ഇനി വെറുതെ. മാമേ പ്ലീസ് മാമേ, നമുക്ക് ടിൻടിൻ കണ്ടിട്ട് പോവാം. പ്ലീസ് മാമേ, വെല്ലിച്ചനും വല്യമ്മയും വരുമ്പോ ഞാൻ പറഞ്ഞോളാം. പ്ലീസ് മാമേ, പ്ലീസ് 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 പ്ലീസ്. അതൊന്നും വേണ്ട, ശരിയാവില്ല. മാമേ പ്ലീസ് 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 പ്ലീസ്. ഓ ശരി 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 ശരി. പതുക്കെ. ചേച്ചി, ഈ സിനിമയ്ക്ക് കണ്ണാടി കിട്ടോ? കിട്ടും. വീട്ടിൽ കൊണ്ടുപോവാ. കൊണ്ടുപോവാ. 1 2 3 4. 4 അല്ലടാ 5. ചേട്ടാ 5 എണ്ണം. ബാക്കി വാ വാ വാ. ബാബാ വേഗം നടക്ക്. മാമേ, എന്റെ കണ്ണട. എല്ലാവർക്കും അകത്ത് നിന്നിട്ട് തരാം. ചേട്ടാ ഇതാ 5 പേര്. Thompson, where are you? Oh, well, I'm already downstairs. Do try to keep up. Wait. Huh? You dropped this. Good heavens, Thompson. Look after the evidence, man. Sorry, Thompson. My mind is on other things. Yes. Light-fingered ഒന്ന് ബാക്കിലേക്ക് ഇരിക്കോ. ഇത് ഞങ്ങളുടെ സീറ്റാ. The pickpocket. He has no idea what's coming. Okay. Go on, Tintin. Take my wallet. There's industrial strength elastic. Very resourceful. On the contrary, it was childishly simple. Simply childish, I agree. Tintin? Gentlemen? Mind you, I expect he's miles away by now. I presume you're referring to the pickpocket. Yes, I mean, knowing we're just a few steps behind him. Snowy, what is it, boy? What do you see? I don't suppose you'd fancy a cup of tea. You're quite mistaken. I'd love one. My treat. What's going on down there? Come on, Snowy. What's going on down there? Come on, Snowy.
മാമേ മൂത്രം ഒഴിക്കണം. എന്താടാ? മൂത്രം ഒഴിക്കണം. ബാ ദാ, ഇപ്പൊ വരാം. ആ ഇവിടെയാണ്. മാമേ ഈ ശ്രീകൃഷ്ണൻ എങ്ങനെ മരിച്ചത്? ശ്രീകൃഷ്ണൻ കടലമുട്ടായി തൊണ്ടേ കുടുങ്ങിയാ മരിച്ചേ. സത്യം? സത്യം. അതുകൊണ്ട് ശ്രീകുട്ട ഇനി കടലമുട്ടായി കഴിക്കുമ്പോ സൂക്ഷിച്ച് കഴിക്കണം കേട്ടോ. അമ്മ എനിക്ക് എപ്പോഴും കടലമുട്ടായി പീസ് പീസ് ആക്കിയേ തരാറുള്ളൂ. ചിലപ്പോ കടലമുട്ടായി പീസ് പീസ് ആക്കി കഴിച്ചിരുന്നെങ്കിൽ ശ്രീകൃഷ്ണ മരിക്കില്ലായിരുന്നു അല്ലേ മാമേ? സംസാരിച്ചേക്കാതെ വേഗം മൂത്രം ഒഴിക്കാൻ നോക്കടാ. അവന്റെ ഓരോ സംശയങ്ങള്. ശ്രീകുട്ട, ഇവനിതെവിടെ പോയി? ഡാ, ശ്രീകുട്ട ഇങ്ങോട്ട് വന്നായിരുന്നോ? ശ്രീകുട്ടനോടല്ലേ മൂത്രം ഒഴിക്കാൻ പോയത്? എന്താ മാമേ? ഒന്നുമില്ല. അവന്റെ ക്ലാസ് ആണല്ലോ. ചേട്ടാ, ഒരു കൊച്ചു പയ്യൻ ഇങ്ങോട്ട് വന്നായിരുന്നു. കണ്ടില്ല. ഇവനിത് ശ്രീകുട്ടാ, ശ്രീകുട്ടാ, വാ, സിനിമ കണ്ടതൊക്കെ മതി. എന്താ മാമേ? എടാ, ശ്രീകുട്ടനെ കാണാനില്ല. വാ, വേഗം വാ. മാമന്റെ കൂടെ അല്ലായിരുന്നു അവൻ ടോയ്ലറ്റിലേക്ക് വന്നത്? എടി അതെ, അതിനുശേഷം പെട്ടെന്ന് അവനെ കാണുന്നില്ല. ശരിക്കും മാമൻ എല്ലായിടത്തും നോക്കിയോ? നോക്കിയടാ. അയ്യോ, എടി വേഗം നടക്ക്. വാ. വേഗം കേറ്. വേഗം കേറ്. മാമയും ശ്രീകുട്ടനും കൂടെ പുറത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് ഒരു തടിച്ചാളം പുറത്തേക്ക് ഇറങ്ങി. നീ ആളെ കണ്ടായിരുന്നോ? ശരിക്കും കണ്ടില്ല, അതിനകത്ത് ഇരുട്ടല്ലേ. പക്ഷെ തടിച്ചൊരാളാ. ഞാനിപ്പോ വരാം, പുറത്തിറങ്ങരുത്. ചേട്ടാ,
ഇതിലൂടെ ഇപ്പൊ ആരെങ്കിലും പുറത്തേക്ക് പോയോ? ഒരു കുട്ടിയായിട്ട്? കുട്ടിയായിട്ട് ആരും പുറത്ത് പോയിട്ടില്ല. പക്ഷെ ഒരു ബുള്ളറ്റ് പുറത്തേക്ക് പോയി. അതിലൊരു കുട്ടി ഉണ്ടായിരുന്നോ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ആ ബുള്ളറ്റ് ഏത് ഭാഗത്തേക്കാ പോയെന്നറിയോ? അയാള് റൈറ്റ് സൈഡിലേക്കാ പോയത്. കുറച്ച് തടിച്ചിട്ടുള്ള ഒരാളായിരുന്നോ? ആ, തടിച്ചൊരാളായിരുന്നു. എന്താ സാറേ? ഒന്നുമില്ല. ഹലോ, എന്താടാ? നമ്മൾ ഇന്ന് ട്രെയിനിൽ വെച്ച് ഒരു പോലീസ് ഓഫീസറിനെ പരിചയപ്പെട്ടില്ലേ? അയാളുടെ നമ്പർ നിന്റെ കയ്യിലുണ്ടോ? എന്തിനാ? നിന്റെ കയ്യിലുണ്ടോ? ഉണ്ട്. ഒരു മിനിറ്റ്, ഞാൻ നോക്കട്ടെ. അല്ല, നിന്റെ കയ്യിലില്ലേ? ഇല്ലടാ, ഞാൻ നോട്ട് ചെയ്തില്ല. ശരി, ഞാൻ മെസ്സേജ് അയച്ചാൽ മതിയോ? എടാ, അത്യാവശ്യ ഇപ്പൊ തന്നെ വേണം. എന്താ ഇപ്പൊ പെട്ടെന്ന്? എടാ, ഞാൻ ഈ കുട്ടികളെയും കൂട്ടി ഒരു സിനിമയ്ക്ക് പോയതാ. ഞാനും ശ്രീകുട്ടനും കൂടി ഒന്ന് മൂത്രമൊഴിക്കാൻ പുറത്തിറങ്ങിയതാ. നീ കണ്ടിട്ടുണ്ടോ ശ്രീകുട്ടനെ? അവനെനിക്കറിയാം. ഞാൻ മൂത്രം ഒഴിച്ച് തിരിഞ്ഞു നോക്കുമ്പോ ടോയ്ലറ്റിൽ വെച്ച് അവനെ കാണുന്നില്ല. നീ എല്ലായിടത്തും നോക്കിയോ? നോക്കി, അതുവരെ എന്റെ കൂടെ ഉണ്ടായിരുന്നതാ. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. ഞാനൊന്ന് മറ്റേയാളെ വിളിച്ചു നോക്കാം, എന്നിട്ട് നിന്നെ തിരിച്ചു വിളിക്കാം. ഓക്കേടാ, വേഗം വേണം. ആ, ഇപ്പൊ തന്നെ വിളിക്കാം. അല്ല, നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാൻ NH നമ്മുടെ ആര്യാസിന്റെ സൈഡിലുണ്ട്. ആ, ഓക്കെ, ഞാൻ അയാളെ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. നീ വെയിറ്റ് ചെയ്യ്. ആ, ശരി, പെട്ടെന്ന് വാ. യെസ് സാർ, ഹലോ, ഞാൻ നദീർ ഇന്ന് ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട സാറിന്റെ പെട്ടിയൊക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്തില്ലേ? ആ, എന്തായി? നീ നമ്പർ നോട്ട് ചെയ്യ്. നീ സാറിനെ വിളിച്ചോ? പറയാം, നീ നമ്പർ നോട്ട് ചെയ്യേ. വേഗം. ആ, പറയ്. 98 4646 12 64. ആ, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ചില ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നു. നീ ഇപ്പൊ തന്നെ ആ നമ്പറിലേക്ക് വിളിക്കേ. ഞാൻ അപ്പോഴത്തേക്ക് അങ്ങോട്ട് വരാം. ഓക്കേടാ.
ആ സാർ, ഞാൻ വിനയ്. ആ വിനയ് പറയൂ. ഞാൻ നിങ്ങളെ കോൾ വെയിറ്റ് ചെയ്തു. നിങ്ങൾ ഏത് തിയേറ്ററിലായിരുന്നു? സെൻട്രൽ തിയേറ്റർ. ഓക്കെ. നിങ്ങൾ ആരെയും കണ്ടോ? ഐ മീൻ ഈ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തത്? ഇല്ല സാർ, ഞാൻ അവനെയും കൂട്ടി ടോയ്ലറ്റിലേക്ക് പോയപ്പോഴാണ് മിസ്സായത്. ഞാനിപ്പോ ഒരു 10 മിനിറ്റിനകം സെൻട്രൽ തിയേറ്ററിലെത്താം. നിങ്ങളെ കാണല്ലോ അല്ലേ? ഓക്കെ സാർ. എടാ എന്തായി? സാറിനെ വിളിച്ചോ നീ? ആ. എന്ത് പറഞ്ഞു? വേഗം സെൻട്രൽ തിയേറ്ററിലേക്ക് ചെല്ലണം. സാർ അവിടെ 10 മിനിറ്റിനുള്ളിൽ എത്തും. ഓക്കെ, നീ മുന്നിൽ പോയിക്കോ, ഞാൻ പിന്നാലെ വരാം. ഓക്കെ. ആ. നീ വണ്ടിയിലിരിക്കെ, ഞാൻ സംസാരിച്ചിട്ട് വരാം. ആരും പുറത്തിറങ്ങരുതേ. ഹലോ സാർ, അവിടെയാണ് സാർ. ഓക്കെ വാ. ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ച് CI സിദ്ധാർത്ഥ്. സാർ, ഈ ബുള്ളറ്റ് ഏത് ഭാഗത്തേക്കാണ് പോയത്? അങ്ങോട്ടാണ് സാർ. ഇവിടെ സെക്യൂരിറ്റി ക്യാമറ, CCTV അങ്ങനെ എന്തെങ്കിലും ഉണ്ട് സാർ. അതിന്റെ റൂം എവിടെയാണ്? ഇതോ അവിടെയാ. വാ. സാർ, ആ. CCTV 2 ദിവസം കൊണ്ട് മെയിൻ്റെനൻസ് ഇല്ല. നാളെ ശരിയാക്കും. ഹലോ. ശരി മാ. തടിച്ചിട്ടായിരുന്നോ? വല്യച്ഛൻ്റെ അത്രയും തടിയുണ്ട്. ഇത്രയും വരും. താടി ഉണ്ടായിരുന്നോ? ഇല്ല. വേറെ എന്തെങ്കിലും മോന് ഓർമ്മയുണ്ടോ? മാമേ, എന്താടാ? അയാളുടെ കാതിലൊരു കമ്മലുണ്ടായിരുന്നു. കമ്മലോ? സ്റ്റഡ്. നീ എന്താ അപ്പൊ നേരത്തെ പറയാഞ്ഞേ? ആ, ഞാൻ ഇപ്പോഴാ ഓർത്തെ. നിനക്ക് ഉറപ്പാണോ? അതെ. നിങ്ങളുടെ നിൽക്കുക, ഞാനൊന്ന് പോയിട്ട് വരാം.
സാർ അവിനെ ഈ മിസ്സിംഗ് ടൈം ഓർമ്മയുണ്ടോ? പടം തുടങ്ങിയ ഒരു അരമണിക്കൂറായി കാണും. ബിറ്റ്വീൻ 7-7:30 PM. ഓക്കെ ഫൈൻ. എക്സ്ക്യൂസ് മീ, മാനേജർ? അതെ, അദ്ദേഹമാണ്. ഓക്കെ, താങ്ക് യു. എക്സ്ക്യൂസ് മീ, ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ച് CA സിദ്ധാർത്ഥ്. ഹലോ സാർ. നിങ്ങളുടെ എവിടെ ഈ CCTV ക്യാമറ സിസ്റ്റം ഇല്ലേ? അത് എവിടെ ഇരിക്കുന്നത്? അവിടെയാണ് സാർ. ഒന്ന് കാണിക്കൂ. വരും. ഇവിടെ ഈ റോഡിന്റെ സൈഡിലേക്ക് ഫോക്കസ് ചെയ്യുന്ന CCTV ക്യാമറ ഉണ്ടോ? സാർ ഒന്നെടുക്കൂ. ആ ക്യാമറ ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഉണ്ട് സാർ. റോഡിലേക്കില്ല, ഡോറിനടുത്തൊന്നുണ്ട്. എന്നാ അതിൽ ഫോട്ടോ എടുക്കാൻ പറ്റുമോ? ഓക്കെ സാർ, ഒന്നെടുത്തേ. ബിറ്റ്വീൻ 7 to 7:30 PM ആ സമയത്തെ ഫോട്ടോ ഒന്ന് കാണിക്കൂ. ഓക്കെ സാർ, അതൊന്നെടുക്കൂ. ഒന്ന് പോസ്റ്റ് പ്ലീസ്. ശരി സാർ, ഒന്ന് റിവൈൻഡ് ഒന്ന് പ്ലേ ചെയ്യൂ. ഒന്ന് പോസ് ചെയ്യൂ. ഈ സ്റ്റില് ഇതിന്റെ ഒരു പ്രിന്റ് ഔട്ട് കിട്ടും. ചെയ്യാം സാർ. സാർ യെസ്, ശരി. വിനയ്, നിങ്ങൾ വണ്ടി തന്നെ ഫോളോ ചെയ്യൂ. ഓക്കെ? ശരി സാർ. പിതാവിൻ്റെ കാരണത്താൽ ഇന്നത്തെ ദിവസവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. കരുണയുള്ള പിതാവേ, എൻ്റെ പ്രാർത്ഥന കേട്ടതിന് നന്ദി. എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഈ മാലാഖയെ ഞാൻ അങ്ങേക്ക് തിരിച്ചു തന്നോളാമേ. രാവിലെ തുടങ്ങിയ ഓട്ടമാണ്.
എന്നെ കാക്കുന്ന മാതാവേ, നീ എന്തേ എനിക്കിതൊരു മാലാഖയെ തന്നില്ല? എന്നെ കൈവിടാൻ നിനക്ക് കഴിയുമോ? ഇല്ല, എനിക്കറിയാം. എന്നെ അനുഗ്രഹിക്കണമേ.
വാടാ ഡാ ഡാ കരയണ്ട കേട്ടോ. നമുക്കേ ഇന്നലെ അപ്പനും മോനും കളിച്ചതുപോലെ കളിക്കാം. വാ വാ വാടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാടാ. വന്നേ നടക്ക് അങ്ങോട്ട് നടക്കടാ. നേരെ നില്ലടാ. നിന്നെ അപ്പം നോക്കട്ടെ. വാ. വേഗം കഴിക്കേ. ബാ 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 എണി ഇങ്ങ് ബാ. ഒരുപാടായോ? എത്രയായി? അത്രയൊന്നും. സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്.
ശ്രീകുട്ട അമൃതേ ബാ. വാ പോവാ. പതുക്കെ. മാമേ നമുക്ക് ഒരു ഐസ്ക്രീം കൂടെ കഴിക്കാൻ. സാറ് 2 എണ്ണം തട്ടിയില്ലേ, അതുപോലെ. കേറി, കേറി. Very resourceful. On the contrary, it was childishly simple. Simply childish, I agree. Tintin? Gentlemen. Mind you, I expect he's miles away by now. I presume you're referring to... Yes, I mean, knowing we're just a few steps behind him. Stop! Wait! Gotcha! Steady on! I've lost him. He must find my wallet. It's very important. I have to get it back. Gotcha now! Oh. Stop! In the name of the law! Gotcha! What's going on down there? Come on, Snowy. Do beg your pardon. Sorry, sir. The pickpocket Tintin, he's getting away! My wallet. അയാളെ കണ്ടോ വീണത്? It's gone. Come on! Snowy, after it! Stop! Wait! Gotcha! Steady on! I've lost him.
He must find my wallet. It's very important. I have to get it back. I've got you now. Devil, stop! In the name of the Lord! Got you! What's going on down there? Come on, Snowy. Do beg your pardon. Sorry, sir. The pickpocket Tintin, he's getting away! My wallet. It's gone. Come on! Snowy, after it! മൂത്രമൊഴിക്കണം. Wait! എന്താടാ Gotcha! Steady on. I've lost him. He must find my wallet. It's very Oh, important. God. I have to get it back. And You are great. will. Leave it to Please the help me. professionals. Lost the score. You are great. But we haven't lost the story. Caribou Jean. It's an Armenian word. That's our lead, Snowy. What was Barnaby Dawes trying to tell us when he said our lives were in danger? Mr. Tid. Delivery for you. But I didn't order anything. Oh, well, that's because it's you. ചിലപ്പോ കടലമുട്ടായി പീസ് പീസ് ആക്കി കഴിച്ചിരുന്നെങ്കിൽ ശ്രീകൃഷ്ണ മരിക്കില്ലായിരുന്നു അല്ലേ മാമേ? സംസാരിച്ചേക്കാതെ വേഗം മൂത്രം ഒഴിക്കാൻ നോക്കടാ. അവന്റെ ഓരോ സംശയങ്ങള്. ഈ ബൈപ്പാസ് സിഗ്നലിലെ ഭാഗത്തുള്ള വിഷ്വൽസ് ഉണ്ടോ? അജി ആ ബൈപ്പാസ് സിഗ്നലിലെ ഫുട്ടേജ് ഒന്ന് നടത്തേ. അതാണ് സാർ. 7:15 7:30 PM ആ സമയത്ത് ഫുട്ടേജ് ഉണ്ടോ? ഉണ്ട് സാർ. അതാണ് ഈ 7:15 7:30 PM ആ സമയത്ത് ഫുട്ടേജ് ഉണ്ടോ? ഓക്കെ സാർ. ഒന്നെടുക്കൂ. ഒന്ന് സൂം ചെയ്യൂ. സ്റ്റോപ്പ്. ഒന്ന് സൂം ചെയ്യൂ. സ്റ്റോപ്പ്. അതൊന്ന് പോസ് ചെയ്യൂ. അതൊന്ന് സൂം ചെയ്യാൻ പറ്റുമോ? പറ്റും സാർ. ഓക്കെ. KLV 1596. ഈ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ അജി ആ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യൂ.
ഇല്ല പറ്റില്ല സാർ. അതൊന്നുകൂടെ സൂം ചെയ്യാൻ പറ്റുമോ? നോക്കാം സാർ. ഇന്ത്യൻ ആർമി ബൈപ്പാസ് കഴിഞ്ഞ് അടുത്ത സിഗ്നൽ GHV. ആ ഭാഗത്ത് ഫുഡ് കിട്ടും. ഷുവർ. നേരത്തെ അതേ ടൈം. അതെ 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 ഒന്നെടുക്കും. അജി ആ ഫുട്ടേജ് ഉണ്ടല്ലോ? ഉണ്ട് സാർ. ഈ റോട്ടിൽ എവിടെയും ക്യാമറ ഉണ്ടോ? അതിന്റെ ഫോട്ടോ ഒന്നും കിട്ടും? ഇല്ല, അവിടെ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. റൈറ്റിലേക്ക് ചെന്ന ബംഗ്ലാദേശ് കോളനി, നേരെ പോയ ബീച്ച്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും അയാൾ കാണും. പിന്നെ നല്ലൊരു പിള്ളേർ ഇവിടെ നിൽക്കട്ടെ. നിങ്ങൾ വന്ന ബൈക്ക് എടുത്ത് നേരെ ബീച്ചിലേക്ക് പോകണം. അവിടെ ഈ ബുള്ളറ്റ് എവിടെ കണ്ടാലും ഇമ്മീഡിയറ്റ്ലി തന്നെ വീട്. ഓക്കെ സാർ. ഓക്കെ. അപ്പൊ സാറോ? ഞാൻ ബംഗ്ലാദേശ് കോളനി സെർച്ച് ചെയ്യാം. അവിടെ നിങ്ങൾ പോയി ശരിയാവില്ല. ഓക്കെ ഓക്കെ. ഹലോ അലക്സ്, സിദ്ധാർത്ഥാണ്. മനസ്സിലായി സാർ. അലക്സ്, നീ ഇപ്പോഴും ബംഗ്ലാദേശ് കോളനിയിലുണ്ടോ? ഞാനിപ്പോൾ അവിടെ അല്ല സാർ. വല്ലപ്പോഴും ഞാൻ അവിടെ പോവാറുണ്ട്. ഓക്കെ, എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നല്ലോ. പറഞ്ഞോളൂ സാർ. അലക്സ്, അവിടെ ആർമിയിലുള്ള ആരെങ്കിലും ഉണ്ടോ? വാടകയ്ക്കോ അല്ലാതെയോ? അങ്ങനെ ആരും ഒരാളുണ്ടായിരുന്നു സാർ. അയാൾ ആർമിയിലാണെന്നാ തോന്നുന്നത്. 1 വർഷമായി കാണാം അവിടെ വന്നിട്ട്. ആളൊരു പാവത്താനാ. പുറമെ ആരുമായിട്ട് വലിയ അടുപ്പമില്ല. ബീച്ചിൽ അയാൾക്ക് കുറച്ച് സ്ഥലമുണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഞരമ്പ് വാങ്ങാൻ വരാറുണ്ട്. അങ്ങനെയുള്ള ഓർമ്മയാ. ഓക്കെ, അയാളുടെ വീട് എവിടെ അറിയാൻ പറ്റുമോ? സാറേ, ആ കടപ്പുറത്ത് കോളനി അവസാനിക്കുന്നിടത്ത് ആ വലിയ ബിൽഡിംഗ് ഇല്ലേ, ആ പഴയ പാലസ്, അവിടെയാണെന്ന് തോന്നുന്നു. അത് തന്നെ. അയാൾക്കൊരു ബുള്ളറ്റ് ഉണ്ടോ? ഉണ്ട് സാർ. അലക്സ്, ഞാനൊന്ന് കോളനിയിലേക്ക് പോവാണിപ്പോ. അവിടെ ഒന്ന് പറഞ്ഞു വെക്കാൻ പറ്റുമോ? ഞാൻ വേണ്ട ഏർപ്പാട് ചെയ്യാം സാർ. ഓക്കെ. ഹലോ അലക്സ്. സാറിന്റെ വണ്ടി ഏതാ? എന്റെ വണ്ടി വൈറ്റ് സൈലോ, KL 19C8044. വൈറ്റ് സൈലോ. ഓക്കെ സാർ, ഞാൻ വേണ്ട ഏർപ്പാട് ചെയ്യാം. പിന്നെ മുട കാണിച്ചാൽ പിള്ളേര് മഞ്ഞിക്കിടും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാർ. ഇല്ല അങ്ങനെ ഉണ്ടാവില്ല. ഓക്കെ.
Number 13-497-8734. Havildar. Alan Peter, MD 25-2949. ஹலோ. முருகன், நான் சித்தார்த். என்ன சார்? நான் வந்து ஒரு ஐடி கார்டு டேட்டா சொல்கிறேன், நோட் பண்ணுங்க. சொல்லுங்க சார். நேம் வந்து ஆல்ட்ரின் பீட்டர். ஆல்ட்ரின் பீட்டர். கோட் நம்பர் 13497. கோட் நம்பர் 8734. MD 25-2949-83. மிலிட்ரியா சார்? ஆமாம், ஹவீல்தார். எனக்கு இந்த ஆளில் ஃபுல் டீடைல்ஸ் கிடைக்கணும். அதுவும் இம்மிடியட்டாக கிடைக்கணும். நீங்கள் எந்த ஹையர் அத்தாரிட்டிகிட்ட கூப்பிட்டு கேட்டாலும் பரவாயில்ல, ஆனால் எனக்கு அது கிடைச்சி தான் ஆகணும். சீக்கிரம். யூ காட் இட்? ஷுவர் சார். ஓகே, தேங்க்யூ. ഹലോ. ആ സാർ, ബുള്ളറ്റ് ബീച്ചിലുണ്ട് സാർ. അയാളാണോ എന്നറിയില്ല. രണ്ടുപേരുണ്ട്. രണ്ടുപേരോ? അപ്പൊ കുട്ടിയോ? ശ്രീകുട്ടനില്ല സാർ. സാർ, ഇപ്പൊ ബുള്ളറ്റിന്റെ സൗണ്ട് കേട്ടു. അതിനുശേഷം അവരാരും കാണുന്നില്ല. കാണുന്നില്ലേ? ഏതായാലും ഞാൻ ബൈക്ക് എടുത്ത് ആ വഴി ഒന്ന് കറങ്ങി നോക്കാം സാർ. ഓക്കെ വിനയ്. വിനയ്, എനിക്കൊരു കോൾ വരുന്നുണ്ട്. ഹലോ സാർ. ആ മുരുകൻ സാർ, டீட்டெயில்ஸ் கிடைச்சிருக்கு சார். வெரி குட், சொல்லுங்க. ஆல்ட்ரின் பீட்டர், கேரளைட், 35 years old. 2016 வந்து மிலிட்டரியில ஜாயின் பண்ணியிருக்கான். 2009ல சஸ்பென்ஷன் ஆயிருக்கு. காஸ் 12th பெட்டாலியன் ரூட்டீன் செக்கப்ல வந்து ஒரு ரேப் அட்டெம்ப்ட் காஷ்மீர்ல. விக்டிம் 10 years old boy. சஸ்பென்ஷன் கழிஞ்சு டீப்ரமோட்டட் ஆகி திருப்பி ஜாயின் பண்ணி 6 மாசத்துக்குள்ள இம்மோரல் டிராஃபிக்னு வந்து மறுபடியும் பிடிச்சிட்டாங்க. இந்த வாட்டி வந்து விக்டிம் 7 years old கேர்ள். மை காட். அப்ப இருந்து சர்வீஸ்ல இருந்து டிஸ்மிஸ். 2 வருஷம் ஜெயிலுக்குள்ளே இருந்தான். அதுக்கப்புறம் வேர் அபவுட்ஸ் அன்னோன். சார், இவ்வளவுதான் கிடைச்சிருக்கு. தேங்க்யூ முருகன். குட் ஜாப். ஐல் கால் யூ லேட்டர். ஃபைன் சார்.
ഹലോ വിനയ്, നിങ്ങൾ ബീച്ച് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് കോളനിയിലുള്ള പഴയ പാലസിലേക്ക് വരണം. ശരി സാർ. കഴിക്ക്. കഴിക്കണോ? നീ ഇതായിട്ടൊന്നും കളിച്ചില്ലേ? എന്താ ഇഷ്ടായില്ലേ?
മറ്റേ പിള്ളേർക്ക് കളിപ്പാട്ടും ഭയങ്കര ഇഷ്ടമായിരുന്നു. നിനക്കിഷ്ടല്ലേ? ஹலோ சித்தார்த், நீ போன வேலை முடிஞ்சதா மோனே? ஹலோ മോനെ, Ah!
താങ്ക് യു സാർ. ഒരു മിനിറ്റ് അതുണ്ട് സാർ. ഹലോ അമ്മ. ഹലോ. ആ പേരെ വിളിച്ചത് இப்போ வந்துடுறேன். குழந்தை பிறந்திருக்கு. ஆண் குழந்தை. பார்த்தா ஒண்ணு மாதிரியே இருக்கு. கேமரா ஆன் செய்து கேமரா ஆன் ஹலோ சித்தார்த் ஆமா. அவ நல்லா இருக்கு. போன் இப்ப கொடுக்க முடியாது. சரிம்மா. ஆ அந்த காணாம போன குழந்தை கிடைச்சதா? கிடைச்சிருக்கு. வந்து சொல்றேன். ஓகேம்மா. ആ സാരമില്ല. വിനയ് സാറില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞ ഞാൻ മരിച്ചു പോയിട്ടുണ്ടായെന്നെ. ഇറ്റ്സ് മൈ ജോബ് വിനയ്. താങ്ക് യു സാർ. ഓക്കെ ബൈ ബൈ. സാരില്ല, നമുക്ക് വീട്ടിൽ പോവാം. കേരളത്തിൽ നിന്നും പിഞ്ചു കുഞ്ഞുങ്ങളെ കാണാതാകുന്നതിനെ കുറിച്ച് ഞങ്ങൾ മുൻപും റിപ്പോർട്ട് ചെയ്തിരുന്നു. പല കാണാതാകലിനും പുറകിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളാകാം കാരണം എന്നതാണ് പോലീസിന്റെ സംശയം. ഈ വാർത്തയെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ തരാൻ സംഭവ സ്ഥലത്ത് നിന്നും വിനീഷ് ചേരുന്നു. വിനീഷ് പറയൂ, പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയോ? മറ്റു വിവരങ്ങൾ എന്തെങ്കിലും? പോലീസ് നിഗമനം അനുസരിച്ച് ആൽഡ്രിൻ പീറ്റർ ഒരു രതി വൈകല്യമുള്ള ഒരു വ്യക്തിയാണ്. രതി വൈകല്യ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും നിരവധി കുട്ടികളെ ഇദ്ദേഹം ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് തന്നെ നമുക്ക് പോലീസിന്റെ പ്രാഥമികമായ നിഗമനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എത്ര കുട്ടികളുടെ ബോഡിയാണ് പോലീസ് ഇതുവരെ കണ്ടെത്തിയത്? ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ത് പ്രായം വരും? പ്രതിയെ എത്ര മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കാൻ കഴിയും? ഏകദേശം 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഇദ്ദേഹം കൂടുതലായി ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിച്ചതെന്നാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇവിടെ നീക്കിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സംഭവ സ്ഥലത്ത് നിന്നും വിനീഷാണ് നമുക്ക് വിവരങ്ങൾ തന്നത്. സംഭവ സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി തിരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റു വാർത്തകളിലേക്ക്.